തന്നെ തിരുവനന്തപുരത്തും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ്, ഓട്ടങ്ങളാണ്. നമുക്ക് തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. സൂര്യഗായത്രിയാണ് ഇവിടെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാനുള്ളത്. സൂര്യഗായത്രി, തിരുവോണത്തിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളാണ്, ആ ഓട്ടത്തിലാണ് മലയാളികൾ ഉള്ളത്. എങ്ങനെയാണ് തിരുവനന്തപുരത്തെ ഈ ഉത്രാടപ്പാച്ചിൽ? തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിലാണ് ഞാൻ ഉള്ളത്. തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ചാല മാർക്കറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു നെഞ്ചിടിപ്പ് തന്നെയാണ്. ചാല മാർക്കറ്റിൽ ലഭിക്കാത്ത വസ്തുക്കൾ ഇല്ല എന്ന് ഞങ്ങൾ പറയാറുണ്ട്. അതായത് പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ, മറ്റ് സാധനങ്ങൾ, ഇനി വസ്ത്രങ്ങളാണെങ്കിൽ അത്, പൂക്കളാണെങ്കിൽ അങ്ങനെ, ഫാൻസി ഐറ്റംസ്, ഫുഡ്വെയർ ഐറ്റംസ്, അങ്ങനെ എല്ലാം തുടങ്ങി എന്ത് സാധനം വാങ്ങാനാണെങ്കിലും എന്ത് ആഘോഷമായാലും ആദ്യം ഞങ്ങൾ ഓടിയെത്തുന്നത് ചാല മാർക്കറ്റിലേക്ക് തന്നെയാണ്. അപ്പോൾ ഉത്രാടപ്പാച്ചിലിന്റെ കാര്യം പറയേണ്ടതില്ല. നല്ല വെയിലായിരുന്നു, നല്ല ചൂടായിരുന്നു ഉച്ച സമയത്തൊക്കെ. ഇപ്പോഴും അത്യാവശ്യം നല്ല വെയിലൊക്കെ തന്നെയാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ അത്യാവശ്യം വെയിലൊന്നും മങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് സാധനങ്ങളൊക്കെ തന്നെ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ വൃന്ദ പറഞ്ഞതുപോലെ ഒരു ഉത്രാടപ്പാച്ചിൽ അത് ഈ ചാല മാർക്കറ്റിലും അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റ് ഫോർട്ടിലും ഒക്കെ തന്നെ കാണാൻ കഴിയും. പൊതുവെ എല്ലാത്തിനും വില കുറവാണ് എന്നുള്ളതാണ് നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ വരുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട്? വിലയൊക്കെ എങ്ങനെയുണ്ട്? വിലയൊക്കെ കുറവാണ്. 1/2 കിലോ ക്യാരറ്റ്, 1/2 കിലോ ബീൻസ് 30 രൂപയുള്ളൂ. ഓണത്തിരക്ക് കുറവാണ്, എല്ലാ വർഷത്തെക്കാളും കുറവാണ്. എന്ത് തോന്നുന്നു? എന്താ കാരണം എന്ന് പറഞ്ഞാൽ മാഫിയകളാണ്, വെളിയിലുള്ള കച്ചവടക്കാരാണ്. ഓൺലൈൻ കച്ചവടമാണോ പ്രശ്നം? ഇപ്പൊ കൊറോണ കഴിഞ്ഞ ശേഷം ആരും ആഹാരം വേവിച്ച് കഴിക്കുന്നില്ല, എല്ലാം പാഴ്സൽ വരുത്തുകയാണ്. അതാണ് പ്രശ്നം. കച്ചവടക്കാർ അത്തരത്തിലുള്ള ചില പരിഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ ഓണം പർച്ചേസ് കഴിഞ്ഞോ? ഇല്ലല്ലോ, സാധനമൊക്കെ വാങ്ങിക്കാൻ വന്നേ ഉള്ളൂ. ഓണക്കോടിയൊക്കെ എടുത്തോ? മോളെ ഹസ്ബൻഡ് മരിച്ചത് ഓണം ഇല്ല, ഓണാഘോഷം ഇല്ല. എന്നാലും ഇത്തിരി പച്ചക്കറി ഓണത്തിലേക്ക് വേണ്ടി സത്യമൊന്നുമില്ല. പക്ഷെ ചെറിയ രീതിയിൽ കഴിക്കുന്നത്. എല്ലാം വാങ്ങിയോ അമ്മ? എല്ലാം വാങ്ങിച്ചോണ്ടിരിക്കുന്നു മാഡം. ഡ്രസ്സൊക്കെ എടുത്തോ? ഓണക്കോടി പച്ചക്കറിയൊക്കെ എടുത്തോ? പച്ചക്കറി വാങ്ങിക്കുന്നത്. എന്താ നാളെ എന്താ സ്പെഷ്യൽ? എല്ലാത്തിങ്ങായിട്ട് പായസം വയ്ക്കും. എത്ര കൂട്ടം പായസം? ഒരു മുട്ട വയ്ക്കുള്ളൂ, ഒന്നേ ഉള്ളൂ. ഏതാ അത്? കടല വയ്ക്കും. കടലയാണ് ഇഷ്ടം. അത് നാളെ വയ്ക്കും. അമ്മയ്ക്ക് ഏതാ ഇഷ്ടം? എനിക്ക് ഏതായാലും കുഴപ്പമില്ല, ഷുഗർ ഉള്ളതുകൊണ്ട് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സാധനങ്ങളൊക്കെ വാങ്ങിയോ? എങ്ങനെയുണ്ട്? വിലയൊക്കെ എങ്ങനെയുണ്ട്? വിലയുണ്ട്. എന്നത്തെ ഇങ്ങോട്ടൊക്കെ സാധനം വില കയറ്റം തന്നെ. എല്ലാ സാധനത്തിനും വില കയറ്റം തന്നെ. പച്ചക്കറിക്കും വില കയറ്റം തന്നെ. വില കൂടുതൽ തന്നെ. എണ്ണയാണെങ്കിൽ ഒട്ടും വാങ്ങിക്കാൻ പറ്റൂല. സപ്ലൈക്കോലൊക്കെ പോയി അവിടെ ചെയ്ത് വാങ്ങിച്ചു, ലീല കെട്ടി വാങ്ങിച്ചു. വാങ്ങി സപ്ലൈക്കോയിലൊക്കെ വെളിച്ചെണ്ണ വില കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. കിട്ടി 350 രൂപയേ ഉള്ളൂ. വെളിയിൽ 500 രൂപ ഇഷ്ടം. കച്ചവടക്കാർ ചില പരിഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ ഇപ്പോൾ നടക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെ പൊതുവിപണിയിൽ വലിയ തിരക്കില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടിയ ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ സപ്ലൈകോ വഴി വെളിച്ചെണ്ണയ്ക്ക് നമുക്ക് സാധാരണ പൊതുവിപണിയിൽ ലഭിക്കുന്നതിനേക്കാൾ വില കുറച്ചൊക്കെയാണ് നൽകുന്നത്. ഇപ്പോ ചേട്ടാ, ഓണം പർച്ചേസ് എങ്ങനെ? എന്താ പ്ലാസ്റ്റിക് പൂവാണോ? പ്ലാസ്റ്റിക്കും ഉണ്ട്, രണ്ടും ഉണ്ട്. വീട്ടിലെ ആഘോഷത്തിന്? അതെ, വീട്ടില് വണ്ടിയിലൊക്കെ ഇടാനാ. അതെ. എന്താ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ഓണക്കോടിയൊക്കെ എടുത്തോ? ഓണക്കോടിയൊക്കെ നേരത്തെ എടുത്തു. പച്ചക്കറിയൊക്കെ വാങ്ങിയോ? പച്ചക്കറി മേടിക്കാൻ പോകുന്നേ ഉള്ളൂ. സദ്യവട്ടങ്ങൾക്കുള്ള ഒരുക്കമൊക്കെ എന്തായി? ഒരുക്കമൊക്കെ നടക്കുന്നു. ഇനി ബാക്കി നാളെ. തിരക്ക് വന്നുണ്ടോ? തിരക്ക് തിരക്കുണ്ട് അത്യാവശ്യം. എവിടെന്നാ വരുന്നേ? വഴയില്ല, പേരൂർക്കട. ഇതിപ്പോ പച്ചക്കറി സെക്ഷനാണ്. അത് കഴിഞ്ഞ തൊട്ട് പുറകില് പൂക്കളുണ്ട്. അവിടെയൊക്കെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഇന്നിപ്പോൾ വൈകിട്ട് തന്നെ നാളെ തിരുവോണത്തിന് ഇടേണ്ട അത്തപ്പൂക്കളും ഒക്കെ സെറ്റ് ചെയ്യണം. അതുകൊണ്ട് പൂക്കളൊക്കെ വാങ്ങി വരുന്നവർ കുറെ പേരുണ്ട്. ചേച്ചി എവിടെന്നാ? മണക്കാട് തന്നെ. പച്ചക്കറിയൊക്കെ വാങ്ങി? ഓണത്തിനൊക്കെ വാങ്ങി. എന്ത് വിലയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. സദ്യവട്ടമൊക്കെ എങ്ങനെയാ? നാളെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടോ? സ്പെഷ്യൽ ഇല്ല, ആസ് യൂഷ്വൽ ഓണം സദ്യ. അങ്ങനെ അത്രേ ഉള്ളൂ. ഓക്കെ. പൊതുവെ വിലക്കുറവുണ്ട് എന്ന് പറയുന്നവരും അതേസമയം തന്നെ വില കൂടുതലാണ് എന്ന് പറയുന്നവരും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പിന്നെ ഏറ്റവും കൂടുതൽ വില ഈ വാഴയിലക്കൊക്കെ നല്ല വിലയാണ് എന്നുള്ള പരാതികളൊക്കെ പറയുന്നുണ്ട്. കാരണം തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ വാഴയിലൊക്കെ ഇങ്ങോട്ടേക്ക് കേരളത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് വാങ്ങാനുള്ള ഒരു പ്രയാസത്തിനെ കുറിച്ചൊക്കെ തന്നെ ചിലർ പറയുന്നുണ്ട്. പലപ്പോഴും സദ്യവട്ടങ്ങൾ പ്ലാസ്റ്റിക് ഇലയിലൊക്കെ തന്നെ ഒതുങ്ങിപ്പോകും നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഓണത്തിന് അങ്ങനെയല്ല. ഓണത്തിന് നമ്മുടേതായ തനത് വാഴയിലയിൽ വിളമ്പി സദ്യ കഴിക്കുന്നതിന്റെ ഒരു രസം അത് മറ്റു ഇലയിലൊന്നും വിളമ്പി കഴിക്കുമ്പോൾ കിട്ടില്ല എന്നുള്ളതാണ്. ചേട്ടാ, എന്താ ഓണം പർച്ചേസ്? ഓണം പർച്ചേസ് ചെയ്തോണ്ടിരിക്കുകയാണ്. കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞോ? നടന്നുകൊണ്ടിരിക്കുകയാണ്. മലക്കരയെല്ലാം ഓരോ സൈഡിലായിട്ട് വാങ്ങിച്ച് വരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങൾ വെളിയിറങ്ങിയിട്ട് അവിടുന്ന് പ്രൊവിഷൻ സാധനം വാങ്ങിക്കാനുണ്ട്.
എല്ലാ കൊല്ലം ചാലയിൽ തന്നെയാണോ വരുന്നത്? എല്ലാ കൊല്ലം ചാല തന്നെ, സ്ഥിരമായിട്ട് ചാല തന്നെയാണ് വാങ്ങിക്കുന്നത് എല്ലാ സാധനങ്ങളും. വിലയൊക്കെ എങ്ങനെയുണ്ട്? വില ഓണത്തിന് എല്ലാ പ്രാവശ്യവും ഓണത്തിന് വില കൂടുതലായിരിക്കും. അതുകൊണ്ട് അതൊരു വിഷയമല്ല. നമ്മളൊരു ഓണം ആഘോഷിക്കുമ്പോൾ പിന്നെ തിരി വില കൂടിയാലും നമ്മളെന്തായാലും ആഘോഷിക്കും. അതുകൊണ്ട് ചേട്ടൻ ഒറ്റയ്ക്കേ ഉള്ളൂ? വൈഫുണ്ട്. എങ്ങനെയുണ്ട് ചേച്ചി, വിലയൊക്കെ എങ്ങനെ? വിലയൊക്കെ അല്പം കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. സാധനങ്ങളെല്ലാം വാങ്ങിയോ? എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോ? ഉണ്ട്, ഇനി വാങ്ങിക്കാനുണ്ട്. പൂവൊക്കെ വാങ്ങി, അത്തപ്പൂക്കളൊക്കെ ഇടുന്നില്ലേ? ഉണ്ട് വാങ്ങിക്കണം ഇനി. ഇപ്പൊ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇതാണ് പച്ചക്കറി സെക്ഷൻ. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ പൂക്കളായി ഡ്രസ്സ് അങ്ങനെയുള്ള കടകളൊക്കെ തന്നെ ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങുകയാണ്. ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ തന്നെ രാവിലെ ഒക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഇതിലും അധികം തിരക്കൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ തിരക്ക് കുറഞ്ഞു വരുന്നുണ്ട്. എന്തായാലും സാധനങ്ങൾ ഒന്നും വിട്ടുപോകാതെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോവുകയാണ് ആളുകൾ. കാരണം അവസാനവട്ട ഒരുക്കങ്ങളാണ്. ഇന്നിപ്പോൾ ഈ സമയത്ത് വാങ്ങി വെച്ചിട്ടാണ് കാഴ്ചകളാണ് കാണുന്നത്. ഉത്രാടപ്പാച്ചിലാണ് മലയാളികൾ ഒന്നാകെ ഉള്ളത്. നമുക്ക് കൊച്ചിയിൽ നിന്നും കാളിദാസൻ വീണ്ടും ചേരുന്നുണ്ട്. കാളിദാസൻ, ബ്രോഡ്വേ അങ്ങനെ തിരക്കേറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നിലവിലെ ബ്രോഡ്വേയിലെ ഒരു സ്ഥിതി? ആളുകളെല്ലാം തന്നെ വലിയ രീതിയിൽ ഈ ഒരു ഉത്രാടപ്പാച്ചിലിൽ തന്നെയാണല്ലോ. തിരുവോണത്തിനുള്ള ഒരുക്കത്തിൽ അവസാന നിമിഷത്തിലെ ഓട്ടത്തിലാണ് മലയാളികളെല്ലാം ഉള്ളത്. വാങ്ങാൻ വിട്ടുപോയ സാധനങ്ങളെല്ലാം തന്നെ സജ്ജമാണ് എന്നുള്ള അവസാന വട്ട ഉറപ്പിക്കലെല്ലാം കഴിഞ്ഞ് വലിയ നീണ്ട ഒരു ലിസ്റ്റും കയ്യിലേന്തി അങ്ങനെ